ഒരിക്കൽ 4 ചെറുപ്പക്കാർ കാടിന് നടുവിലുള്ള റോഡിലൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. അവരുടെ കാറിലായിരുന്നു യാത്ര. വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു അത്. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു എസ് വളവ് അവർ കാണാനിടയായി. പെട്ടെന്ന് അവിചാരിതമായി അവർ പോയ കാറ് ബ്രേക്ക് ഡൗൺ ആയി നിന്നു. എന്താണ് കാരണമെന്ന് അവർക്ക് മനസ്സിലായില്ല. കാറിൽ ആവശ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻജിൻ തകരാറൊന്നും കാറിന് ഉണ്ടായിരുന്നുമില്ല. ഓടിച്ചിരുന്ന സുഹൃത്തിനെ കാറിലിരുത്തി ബാക്കിയുള്ളവരെല്ലാവരും കൂടി കാറ് തള്ളാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അവർ വളരെ വിചിത്രമായ ഒരു കാഴ്ച കണ്ടത്. ദൂരെ എവിടെയോ വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ നടന്നു പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാട്ടിൽ നിന്നും നായകൾ ഊരിയിടുന്നതിൻ്റെ ഒച്ച അവർക്ക് കേൾക്കാമായിരുന്നു. പേടിച്ചരണ്ട അവർ കാർ ആഞ്ഞു തള്ളി. എന്തോ ഭാഗ്യത്തിന് കാർ സ്റ്റാർട്ടാവുകയും വളരെ പെട്ടെന്ന് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം അവർ തിരക്കി അറിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം അവർ മനസ്സിലാക്കിയത്. അവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആയ സ്ഥലമായിരുന്നു സുമതി വളവ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നായ സുമതി വളവിനെ കുറിച്ചാണ്. വിളക്കിൻ്റെ വെളിച്ചത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സുമതി വളവ് എന്ന ഭീതിപ്പെടുത്തുന്ന ഈ സ്ഥലമുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. പാങ്ങോട്, മൈലമോട് എന്നീ ഗ്രാമങ്ങൾക്കിടയിലാണ് ഈ എസ് വളവുള്ളത്. കാട്ടിന് നടുവിലുള്ള ഈ എസ് വളവിൽ പകൽ പോലും ഒരു കാലത്ത് ആൾക്കാർ യാത്ര ചെയ്യാൻ പേടിച്ചിരുന്നു. ഇതിനു പിന്നിൽ നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. ഇത് വെറുമൊരു പ്രേതകഥ മാത്രമല്ല, മറിച്ച് നിസ്സഹായയായ ഒരു യുവതിയുടെ കരച്ചിൽ ഈ കഥയിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് എന്ന സ്ഥലത്ത് 1950കളിൽ ജീവിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു സുമതി. അവർ വളരെ ദരിദ്രയായിട്ടുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ താണു മുതലാളിയുടെ വീട്ടിൽ അവരുടെ മാതാവ് വേലക്കാരിയായി നിർത്തുകയാണ്. അതിസമ്പന്നനായിരുന്നു താണു മുതലാളി. അദ്ദേഹത്തിൻ്റെ മകനായ രത്നാകരൻ സുമതിയുമായി പ്രണയബന്ധത്തിലാവുന്നു. രത്നാകരൻ സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. പക്ഷേ അതിനിടയിൽ സുമതി ഗർഭിണിയാവുന്നു. എന്നാൽ സുമതിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കണം എന്ന് രത്നാകരൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ 1953 ജനുവരി 27 പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് രത്നാകരൻ സുമതിയെ തൻ്റെ അംബാസഡർ കാറിൽ കയറ്റുന്നു. സുമതിക്ക് രത്നാകരനെ വളരെ വിശ്വാസമായിരുന്നു. കാരണം അത്രയധികം അവർ രത്നാകരനെ സ്നേഹിച്ചിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലൂടെ പൊയ്ക്കൊണ്ടേയിരുന്നു. വഴിയരികിൽ വെച്ച് രവീന്ദ്രൻ എന്ന ഒരു സുഹൃത്ത് ആ കാറിന് കൈ കാണിക്കുന്നു. രത്നാകരൻ കാർ നിർത്തി രവീന്ദ്രനെയും കാറിൽ കയറ്റുന്നു. 3 പേരും കൂടി ഉത്സവ സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. പാങ്ങോട് ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെടേണ്ട വണ്ടി മറ്റൊരു ദിശയിലേക്ക് തിരിയുന്നു. അപ്പോൾ ശരിക്കും സുമതിക്ക് ഒരു സംശയം തോന്നുന്നെങ്കിലും അതൊരു ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞ് അവർ അവളെ സമാധാനിപ്പിക്കുന്നു. വീണ്ടും ആ കാർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നീട് കാടിന് ഉള്ളിലേക്ക് കയറ്റി ആ കാർ നിർത്തുന്നു. അവർ 3 കാറിൽ നിന്നിറങ്ങുന്നു. അവിടെ നിന്ന് കുറച്ച് നടന്നാൽ ക്ഷേത്രത്തിലെത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ സുമതിയെ കൊണ്ട് കാടിന് നടുവിലേക്ക് പോകുന്നു. ചതി മനസ്സിലാക്കിയ സുമതി അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ 2 സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി സുമതിയുടെ കൈകാലുകൾ കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടി അവളെ വലിച്ചിഴച്ചുകൊണ്ട് കാട്ടിലൂടെ കൊണ്ടുപോകുന്നു. ഉൾക്കാടാണെന്ന് കരുതി അവരെത്തുന്നത് ഒരു റോഡിന്റെ അരികത്ത് തന്നെയാണ്. ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് നടന്നത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു. ഗർഭിണിയായ സുമതിയെ കഴുത്തറുത്ത് അവർ കൊലപ്പെടുത്തുന്നു. അവസാന നിമിഷം സുമതി അവരോട് കേണ് കരഞ്ഞിട്ടുണ്ടാവാം, തൻ്റെ കുഞ്ഞിനെ എങ്കിലും ഓർത്ത് തന്നെ വെറുതെ വിടണമേ എന്ന്. പക്ഷെ അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഒന്നും നടന്നില്ല എന്ന വിചാരത്തിൽ രത്നാകരനും സുഹൃത്തും വീട്ടിലേക്ക് പോകുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ കാടിൽ ഈറ്റ വെട്ടാൻ വന്ന ആദിവാസി സ്ത്രീകളാണ് സുമതിയുടെ മൃതശരീരം അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. പിന്നീട് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള പ്രതികളെ കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കഥ തുടങ്ങുന്നത് ഇനിയാണ്. അതുവരെ പ്രശസ്തമല്ലാതിരുന്ന ഈ ഒരു സ്ഥലം പിന്നീട് സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിൽ ഏറ്റവും അധികം ജനങ്ങൾക്കും പേടിയുള്ള ഒരു സ്ഥലമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. സുമതിയുടെ കഥ ജനങ്ങൾ പാടി പാടി നടന്നു. അത് പിന്നീട് ജനങ്ങളിൽ ഭയമായി മാറി. ഗർഭിണിയായ ഒരു സ്ത്രീ മരിച്ചപ്പോൾ
അവളുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നെന്നും അതുവഴി പോകുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തുന്നെന്നും അവർ കഥ പറഞ്ഞ് പരത്താനായിട്ട് തുടങ്ങി. അതിൽ ചില സംഭവങ്ങളൊക്കെ ശരിയായിരുന്നു. അതുവഴി പോകുന്ന പല വാഹനങ്ങളും തനിയെ നിൽക്കുകയും അവയുടെ എൻജിൻ ഓഫ് ആവുകയും ചെയ്തു. ചില ബൈക്കുകളൊക്കെ അവിടെ ആക്സിഡന്റുകളിൽ പെട്ടു. അവിടെ യാത്ര ചെയ്ത പലരും വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീയെ അവിടെ കാണുകയും ചെയ്തു. അതുവഴി പകൽ പോലും ആരും പോവാതെയായി. ഈ സ്ഥലത്തിനോടുള്ള ജനങ്ങളുടെ ഭീതി കുറച്ചെങ്കിലും മാറിയത് പിന്നീട് പോലീസ് നടത്തിയ ചില കണ്ടെത്തലുകളിലൂടെയാണ്. അതായത് സാമൂഹ്യ വിരുദ്ധരായ പലരും ഈ ഒരു അവസ്ഥയെ മുതലെടുക്കാൻ തുടങ്ങി. അവർ വെള്ളവസ്ത്രം ധരിച്ച് സ്ത്രീ വേഷം കെട്ടി ഈ വളവിൽ അതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങിയത്രേ. ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഉള്ളിടത്തോളം കാലം ഈ സുമതി വളവും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലമായിട്ട് തന്നെ.